ഇതപ്പോഴേ ഒരു ക്ലീനിങ് വീഡിയോ ആട്ടാ. എല്ലാ ദിവസവും എൻ്റെ മോർണിംഗ് വ്ളോഗല്ലേ കാണാറ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യണതെന്ന് കണ്ടാലോ. അപ്പം ഞാൻ സാധാരണ ചേട്ടായി പോകുമ്പോൾ എൻ്റെ അടുക്കളയിലത്തെ പണികളൊക്കെ കഴിയും. എന്നിട്ട് ഇച്ചൂനെ അംഗനവാടിയിൽ വിട്ട് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ അടിക്കലും വാരലൊക്കെ തുടങ്ങുക. അപ്പോൾ ഇന്ന് ഞാൻ വാഷിംഗ് മെഷീനിലാട്ടോ തുണിയിട്ട കാരണം കുറച്ച് ദിവസമായിട്ട് തയ്ക്കാൻ പിന്നെ എനിക്ക് വയ്യല്ലോ. അപ്പോൾ വാഷിംഗ് മെഷീനിലിടും. അപ്പോൾ ഇടുമ്പോൾ 2-3 ദിവസം കൂടുമ്പോഴാട്ടോ, അല്ലെങ്കിൽ ഇത്തിരി തുണി ഇട്ടിട്ട് അലക്കണ്ടേ. പിന്നെ അടിച്ചു വാരുമ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഫുൾ അവരെ കളിപ്പാട്ടങ്ങളായിരിക്കും കേട്ടോ. എന്തോരം ഒതുക്കി വെച്ചാലും കാര്യമില്ല, ഞാൻ അടിച്ചു വാരുന്നതിൻ്റെ പിന്നിൽ കൂടെ അവർ പിന്നെ അതും വലിച്ചു വാരിയിടും. പിന്നെ കുറച്ച് തുണികളൊക്കെ മടക്കാണ്ടെടുത്താൽ ഇത് തയ്ക്കണ റൂമാട്ടാ. താഴെ ഇരുന്നിട്ട് ഞാൻ തയ്ക്കുക, കാരണം അവിടെ കുറച്ച് അലങ്കോലമായിരിക്കും. അപ്പോൾ ആ തയ്ക്കണ തുണികളൊക്കെ വേഗം ഒതുക്കി വെച്ച് മടക്കാനുള്ളതൊക്കെ മടക്കി. പിന്നെ ഇന്ന് മെയിനായിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തായാലും ഫ്രിഡ്ജിൽ ഒതുക്കി വെക്കണമല്ലോ. അപ്പോൾ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെയാണ് സാധനങ്ങൾ മേടിക്കുമ്പോഴാണ് ഫ്രിഡ്ജൊക്കെ ക്ലീനൊക്കെ. എന്തായാലും ആഴ്ചയിൽ ഒരു പ്രാവശ്യമൊക്കെ നമ്മൾ മേടിക്കുമല്ലോ. അപ്പോൾ പിന്നെ അത് കൈയോടെ എടുത്ത് വെക്കുമ്പോൾ കൈയോടെ ഫ്രിഡ്ജൊക്കെ തുടയ്ക്കും. അപ്പോൾ വലിയതായിട്ട് തുടയ്ക്കാനൊന്നും ഉണ്ടായിരുന്നില്ല, അതാണ് അതൊന്നും ഊരിയെടുക്കാൻ. അത് കാരണം പെട്ടെന്ന് ഫ്രിഡ്ജൊക്കെ ഒതുക്കി കഴിഞ്ഞിട്ടാണ്. പിന്നെ ഫ്രിഡ്ജിൻ്റെ പുറത്തൊക്കെ നന്നായി തുടച്ച് പിന്നെ ഉള്ളിക്കൊട്ട വൃത്തിയാക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി അതിൽ ചിലപ്പോൾ ഉണങ്ങിയതൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എടുത്ത് മാറ്റും. ആദ്യം ഇത് ഊരി കഴുകാറുണ്ടായിരുന്നു. അങ്ങനെ ഊരി കഴുകിയാണ് ആ ഒരു സാധനം പൊട്ടിയിട്ട് ഞാൻ കെട്ടിയിട്ടിക്കണണ്ട. പിന്നെ ഞാനത് ഊരി കഴുകാൻ നിൽക്കാറില്ല കേട്ടോ. അത് ഊരി കഴുകാൻ പറ്റുന്നത്. പിന്നെ ഇന്ന് തുടച്ചെടുത്ത് അതെല്ലാം വൃത്തിയാക്കി പിന്നെ നമ്മൾ സാധാ മാതിരി അടിച്ചൊക്കെ വാരി പ്ലാസ്റ്റിക് മാത്രം മാറ്റി വയ്ക്കും കേട്ടോ. പുറത്ത് നമ്മൾ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് എടുക്കാൻ വരില്ലോ. ബാക്കിയൊക്കെ നമ്മൾ സാധാ ചെയ്യണ പോലെ അടിച്ചു വാരലും പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാപ്പിക്കൂടെ ഇരുന്ന് TV കണ്ടോളൂ കേട്ടോ. പിന്നെ എനിക്ക് തയ്ക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ തയ്ക്കാൻ പോകും. ഇതിങ്ങനെ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ തയ്ക്കാതിരിക്കുക. അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്തോളൂ കേട്ടോ.